മുണ്ടക്കൈ ചൂരൽമല ടൗൺഷിപ്പിലെ വീട്ടിൽ കണ്ടെത്തിയത് വിള്ളലല്ലെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. വിള്ളൽ ഉള്ളതായി പരാതി ഉയർന്ന വീട്ടിൽ മന്ത്രി നേരിട്ട് സന്ദർശനം നടത്തി. പ്രശ്നം പരിഹരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി വീട്ടുടമ നൌഫലും വ്യക്തമാക്കി. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കായി കൽപ്പറ്റയിൽ നിർമ്മിക്കുന്ന ടൗൺഷിപ്പിൽ ഫേസ് 1-ൽപ്പെട്ട നൌഫലിന്റെ വീടിലാണ് നേരത്തെ വിള്ളൽ ഉണ്ട് എന്നുള്ള പരാതി ഉയർന്നത്. അവിടെയാണ് മന്ത്രി കെ രാജൻ നേരിട്ട് ഇന്നെത്തി പരിശോധന നടത്തിയത്. മന്ത്രി തന്നെ ഈ മേശയിൽ കയറി നിന്ന ഈ വീട്ടിൽ വിള്ളലുണ്ട് എന്ന് പറയുന്ന ഭാഗം പരിശോധിച്ചു. അതിൽ ആ വിള്ളൽ ഉള്ള ഭാഗത്തിന് സമീപത്ത് പേന കൊണ്ട് നേരത്തെ അടയാളപ്പെടുത്തിയിരുന്നു ആ വിള്ളൽ എവിടെയാണ് എന്നുള്ളത്. ആ ഭാഗം മന്ത്രി സാൻഡ് പേപ്പർ ഉപയോഗിച്ച് മായ്ച്ച് കളയുന്നും ഉണ്ടായിരുന്നു. എന്തായാലും അതിനുശേഷം മന്ത്രി പറഞ്ഞത് ഊരാളുങ്കൽ അധികൃതർ ഇന്നലെ നൽകിയ അതേ വിശദീകരണം തന്നെയാണ് റവന്യൂ മന്ത്രി കെ രാജനും ഇന്ന് നൽകിയത്. അതായത് അത് അത്തരത്തിൽ സ്ലാബിലുള്ള ഒരു വിള്ളലല്ല, വെള്ളം കിനിഞ്ഞിറങ്ങുന്ന ഒരു സാഹചര്യം മാത്രമാണ് ഉണ്ടായത്. അത് പരിഹരിക്കാനുള്ള നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. ഇത് കഴിഞ്ഞതിന് ശേഷം വെള്ളം കിനിയുന്നില്ല എന്ന് ഉറപ്പുവരുത്തി അതിന്റെ മീതെ വാട്ടർ പ്രൂഫിങ്ങും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെയുള്ള കോൺക്രീറ്റിംഗ് നടത്തും. അത് കഴിഞ്ഞിട്ടാണ് അവിടെ ആളെ താമസിപ്പിച്ചു കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ എന്തെങ്കിലും ലീക്കേജ് ഉണ്ടായാൽ എന്ത് ചെയ്യും? നമ്മുടെ വീട്ടിലാണെങ്കിൽ എന്ത് ചെയ്യും? അവന്റെ ചെവിട് പിടിക്കും, പണിതവന്റെ ആ ചെവിട് പിടുത്തം ഗവൺമെന്റും തുടരും. അത്രേ ഉള്ളൂ. ഇതുവരെ ഒരു തൃപ്തി ആയിട്ടില്ല. കാരണം മന്ത്രി വരുമ്പോൾ ജസ്റ്റ് എൻ്റെ അടുത്തൊന്ന് സംസാരിച്ചാൽ മതിയെന്നു. ഒരു ഉടമനൊന്ന് വിളിക്കാലോ. ഈ വീടിന്റെ ഒരു ഉടമ ഉണ്ടാവുള്ളൂ, ആ ഉടമനൊന്ന് വിളിക്കാലോ. വെറുതെ വന്നിട്ട് മായ്ച്ചിട്ട് മറ്റേ കടലാസ് പെൻസിൽ കൊണ്ട് മാർക്ക് ചെയ്ത സ്ഥലം, ആ കടലാസ് പെൻസിലിന്റെ അടയാളം മാത്രമാണ് മായ്ച്ചു പോയത്. അതിൽ ആ ലീക്ക് ഉണ്ടോന്ന് വരെ ഈ മന്ത്രി നോക്കിയിട്ടില്ല. ഊരാളുങ്കലിന് നൽകിയിരിക്കുന്ന നിർമ്മാണ കാലാവധിയായ ഒക്ടോബർ 31 മുൻപ് വീടുകൾ കൈമാറിയില്ലെങ്കിൽ ഊരാളുങ്കൽ കമ്പനി വലിയ രീതിയിൽ അതിന് സമാധാനം പറയേണ്ടി വരുമെന്നും റവന്യൂ മന്ത്രി ഇന്ന് വ്യക്തമാക്കുകയുണ്ടായി. എന്തായാലും മന്ത്രിയുടെ സന്ദർശനത്തിന് ശേഷം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സംസ്ഥാന പ്രസിഡന്റ് ജനീഷിന്റെ നേതൃത്വത്തിൽ ഈ വീട് സന്ദർശിക്കുകയും ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചില്ലെങ്കിൽ വലിയ രീതിയിലുള്ള പ്രക്ഷോഭത്തിലേക്ക് കടക്കുമെന്ന് വ്യക്തമാക്കുകയും ചെയ്തു. മന്ത്രി എങ്ങനെ ഇറേസ് ചെയ്താൽ ഇല്ലാതാകുന്നതാണോ ഇതിന്റെ വാർക്കയുടെ മുകളിലുണ്ടായ ഈ വിള്ളലോ അല്ലെങ്കിൽ ഈ പറയുന്ന ഇതിന്റെ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞ ക്രാക്കോ? ഊരാളുങ്കൽ സൊസൈറ്റിക്ക് മുൻകാലങ്ങളിൽ ഒരു വെയിറ്റേജ് നൽകിയിരുന്നെങ്കിൽ ഇപ്പോൾ ആ വെയിറ്റേജ് മാറ്റി ടെൻഡർ പോലും ഇല്ലാതെ. വേണുവിനൊപ്പം കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.